അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖം തന്നെയല്ലേ? ഇന്നിവിടെ നമ്മൾ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യാൻ പോവാണ്. 6 ക്യാമറകളും വരുന്നുണ്ട്. ഒന്ന് ഇതിൽ, ഒന്ന് അവിടെ ഞാൻ ഇപ്പോൾ വന്ന വഴിയിലേക്ക് ആയിട്ട് വരണം. അതുപോലെ ഇതിൽ ഒരെണ്ണം വരുന്നുണ്ട്. ഈ ഒരു ഫ്രണ്ട് ഏരിയ മൊത്തം കവറേജ് കിട്ടുന്ന രീതിയിൽ. പിന്നെ ഈ ഒരു മൂലയിൽ വരുന്നുണ്ട്, ഗേറ്റിൻ്റെ അടുക്കായിട്ട്. മൊത്തം 3 എണ്ണമായി. പിന്നെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് ഈ കോർണറിലായിട്ട് ഒരു ക്യാമറ, അവിടെ എൻഡിലൊരു ക്യാമറ, അവിടെ ബാക്കിൽ അവിടെ ചാനലടികളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടുന്ന് തുടങ്ങണം. അപ്പോൾ ഒരാളും കൂടി ഉള്ളൂ ഹെൽപ്പിന്. കാരണം ഫുള്ളായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ചാനലടിയൊന്നും കാര്യമുള്ളതല്ല, ബാക്കിയുള്ളതൊക്കെ വീഡിയോയിൽ കാണിക്കാം. ഇത് ചാനലിങ്ങനെ അടിച്ച് പോകാൻ നമുക്ക് എളുപ്പമുള്ള പരിപാടിയാണ്. പക്ഷെ അതിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ടാസ്ക്കായിട്ട് തന്നെ. 1-2 കാര്യങ്ങൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇത് ചെയ്യുന്നവർ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമുക്ക് എളുപ്പമായിട്ട് തോന്നിയ 1-2 കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എന്തായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഈ അറിവുകളൊക്കെ പഴയത് തന്നെയാണ്, എന്നാലും ചിലവർക്കെങ്കിലും ഉപകാരപ്പെടുന്നു ഉള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. പലരും പറഞ്ഞ ഈ ചാനൽ ഫിക്സ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലും നല്ലത് ഉള്ളിൽ കൂടെ പൈപ്പ് ഇട്ടിട്ട് അതിൽ കൂടെ ഈ ക്യാമറയുടെ കേബിൾ കൊണ്ടുപോകുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം ചാനലിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ആക്കിയിട്ട് ഇങ്ങനെ ഇത് ഫിക്സ് ചെയ്ത് നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ 1-2 കാര്യമുള്ളത്, ഒന്ന് ആദ്യം ചാനലിൽ നിർത്തുന്ന ഈ ഒരു ഭാഗമാണ്. ഇതൊരു അരയുടെ ചാനലാണ്. ഏറ്റവും ചെറിയ ചാനൽ അരടതാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ഈ പുറകു വശമാണ് എല്ലാവരും ഫിക്സ് ചെയ്യുക. അത് എപ്പോഴും തെറ്റാണ്. കാരണം ഇതിൽ ഈ അപ്പുറത്തെ ഭാഗത്താണ് എപ്പോഴും നമുക്ക് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുക, എന്നിട്ട് ഈ ഭാഗം കൊണ്ടാണ് പ്രസ് ചെയ്യേണ്ടത്. എന്നാലാണ് അത് നമുക്ക് കറക്റ്റ് ചെയ്തു പോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ തള്ളി വന്നുകൊണ്ടിരിക്കും. ഒരു ചെറിയ വയറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇത് വെച്ചിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഇത്രയും ഒരു വൈഡായിട്ട് നിൽക്കുന്നത് ഈ പുറം ഭാഗമാണ്. നമ്മളെപ്പോഴും അടിഭാഗം ആദ്യം ചെമ്മലിൽ ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്യുക. ശരിക്കും ഈ ഒരു ഭാഗമാണ് ആദ്യം ചെമ്മലിൽ വെച്ചിട്ട് നമുക്ക് മറ്റേ ഭാഗം കൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് അത് ചെയ്യുമ്പോൾ. അത് എല്ലായിടത്തും എല്ലാവരും നേരെ തിരിച്ചാണ് ചെയ്യുക. അപ്പോൾ നമുക്കത് ഇതുപോലുള്ള കേബിളുകൾ കൊണ്ടുപോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അത് പ്രസ് ചെയ്താൽ നിൽക്കില്ല, ചിലപ്പോൾ തള്ളിപ്പോരും. ഇതൊരു ക്യാമറയുടെ ബോക്സാണ്. അപ്പോൾ ഇതുമല്ലാണ് നമ്മൾ ക്യാമറനെ ഫിക്സ് ചെയ്യുന്നത്. സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തും. എന്നിട്ട് നമ്മൾ ഈ ബോക്സ് ഫുള്ള് ടൈറ്റ് ചെയ്ത് നിർത്തും. അപ്പോൾ ഈ ചാനലിന്മേൽ ഇതുപോലുള്ള സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് നിർത്തുക. അത് എല്ലാ അളവിലും കിട്ടും. 1/2 ഇഞ്ച്, 3/4 ഇഞ്ച് എല്ലാ അളവിലും നമുക്ക് ലഭ്യമാണ്. ഈ സ്ക്രൂ വെച്ചിട്ട് വേണം ചാനലാണെങ്കിലും ഇതുപോലുള്ള ബോർഡുകൾ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട്. ഒരിക്കലും ഈ അതിൻ്റെ മുന കണ്ടില്ല, ഇത്രയും സ്മൂത്തായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കയറിപ്പോവും. ഈ ഒരു സ്ക്രൂ വെച്ചിട്ടാണ് പലരും ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ചാനലൊന്നും ഒരിക്കലും നമുക്ക് ക്ലിയറായിട്ട് കയറി പോവില്ല. ഒരുപാട് സമയവും പോവും, നമുക്കത് വളരെ റിസ്ക്കായിട്ട് തോന്നും.
അപ്പോൾ ഇതുപോലുള്ള ആ സ്ക്രൂ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. നമ്മളിതാ ഈ ക്യാമറയുടെ ബോക്സുമ്മൽ ഇങ്ങനെയാണ് സ്ക്രൂ ചെയ്ത് നിർത്തുക. കറക്റ്റ് ഹോളിനനുസരിച്ചിട്ട് സ്ക്രൂ ചെയ്ത് നിർത്തിയാൽ മതി, വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല. ഇതാണ് ക്യാമറയുടെ ഈ ഒരു ബാക്ക് ഭാഗം നമ്മൾ അതിമൊന്ന് ഊരിക്കഴിഞ്ഞാൽ അതുമല്ല അവിടെ ഫിക്സ് ചെയ്യാം. കണ്ടില്ല, അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ത്രെഡ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ടൈറ്റ് ചെയ്താൽ മതി. ഓരോ ക്യാമറയിലും വ്യത്യസ്ത അളവിലാവും, അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ തിരിച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. ക്യാമറയിലേക്ക് വരുന്ന കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതാണ്, ഇതിലേക്ക് വരുന്ന പവർ, ഇത് ക്യാമറയിലേക്ക് വരുന്ന പവർ. ഇതിൽ ടോട്ടൽ 5 വയറുകളുണ്ടാവും. അപ്പം ഒന്ന് നമുക്കതിൽ ആവശ്യമില്ല, കാരണം അതൊരു ഗ്രൗണ്ടായിട്ട് കൊടുക്കേണ്ട കാരണം നമ്മൾ സാധാരണ കൊടുക്കാറില്ല. പിന്നെ ഒന്ന് വരുന്നത് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവാണ്. അത് രണ്ടാണ് ക്യാമറയിലേക്ക് വരുന്ന പവർ സപ്ലൈ. ഇതാണ് ക്യാമറയിലേക്ക് പോകുന്ന ആ ഒരു കണക്ഷൻ, ലീഡ് ഇറങ്ങി വരുന്നത്. അതിലും ഗ്രൗണ്ട് വരുന്നുണ്ട്. ഇതുപോലുള്ള ക്യാമറകൾ പല രീതിയിലാണ്, പല ക്വാളിറ്റിയിലാണ്. അതിൻ്റെ പിക്ചർ ക്വാളിറ്റി, ലൈറ്റിങ്, കാര്യങ്ങൾ, പ്രൊഡക്ഷൻ എല്ലാത്തിനും വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ വിലയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ക്യാമറയിലേക്കുള്ള പവർ സപ്ലൈ കണക്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി അതിലേക്ക് കണക്ട് ചെയ്യാം. അതിൽ ആ ബ്ലാക്ക് വരുന്നതാണ് നെഗറ്റീവ്, റെഡ് പോസിറ്റീവ്. അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമാവും, കണക്റ്റിംഗ് ആവില്ല. നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായിട്ട് നോക്കിയിട്ട് ലൂപ്പ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഊരി പോരാത്ത രീതിയിൽ ജോയിൻ്റ് ചെയ്തിട്ട് ഇൻസുലേഷൻ അടിക്കുക. ഇത് ക്യാമറയിലേക്ക് പോകുന്ന പവർ സപ്ലൈ. ഈ ഒരു കേബിൾ പിൻ വഴിയാണ് നമുക്ക് അതിലേക്ക് ക്യാമറയിലേക്കുള്ള പവർ വരുന്നത്. അപ്പോൾ അതിലൊരു സ്ക്രൂ ഉണ്ടാവും. ആ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ക്യാപ്പ് ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ ആ ഒരു ടോപ്പിലേക്ക്, ലെഗിലേക്ക് ഈ ഒരു കണക്ടർ കണക്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ ഉള്ളിൽ ഡയറക്റ്റിൻ്റെ ഉള്ളിലേക്ക് മാത്രമാണ് ആ ഒരു ലീഡ് കയറി നിൽക്കാൻ പാടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ എർത്തിങ് കറക്റ്റ് ആവില്ല. ആ പുറത്ത് നിൽക്കണ വയർ നമുക്ക് അവിടെ എർത്തിങ് ആയിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിലേക്കൊരു തരി പോലും നമുക്ക് ആ മറ്റേ കണക്ഷൻ ജോയിൻറ്റിങ് ആവാൻ പാടില്ല. എന്നിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കി വരുന്ന കണക്ടറുകൾ പരസ്പരം ജോയിൻ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഇതുപോലെ കറക്റ്റ് നോക്കിയിട്ട് ലോക്ക്, അതുപോലെ ഒരു ചെറിയ ലോക്ക് ഉണ്ടാവും, അതിനനുസരിച്ച് വേണം അത് കറക്റ്റ് കയറ്റിയിട്ട് ലോക്ക് ചെയ്യാൻ. എന്നിട്ട് ഇൻസുലേഷൻ ചെയ്ത് സേഫ്റ്റി ചെയ്ത് വെക്കുക. എല്ലാ ജോയിൻറ്റുകളിലും ഇൻസുലേഷൻ ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഓരോന്ന് എടുത്ത് പറയുന്നത് ഇത് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നതാവും, എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഓരോന്നിങ്ങനെ എടുത്ത് പറയുന്നത്.